പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രയേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രയേൽ മക്കളിൽ തലവന്മാരായിരുന്നു. അവരുടെ പേരാവത്: രൂബേൻ ഗോത്രത്തിൽ സക്കൂരിൻ്റെ മകൻ ശമ്മൂവ, ശിമയോൻ ഗോത്രത്തിൽ ഹോരിയുടെ മകൻ ശാഫാത്ത്, യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ഇസാഖാർ ഗോത്രത്തിൽ യോസെഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രൈം ഗോത്രത്തിൽ നൂൻ്റെ മകൻ ഹോശേയ, ബെന്യാമിൻ ഗോത്രത്തിൽ രാഹൂവിൻ്റെ മകൻ പൽതി, സെബുലൂൻ ഗോത്രത്തിൽ സോദിയുടെ മകൻ ഗദ്ദീയേൽ, യോസെഫിൻ്റെ ഗോത്രമായ മനശ്ശെ ഗോത്രത്തിൽ സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ ഗമല്ലിയുടെ മകൻ അമ്മീയേൽ, ആശേർ ഗോത്രത്തിൽ മീഖായേലിൻ്റെ മകൻ സെഥൂർ, നഫ്താലി ഗോത്രത്തിൽ വൊപ്സിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിൽ മാഖിയുടെ മകൻ ഗയൂവേൽ. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേർ ഇവ തന്നെ. എന്നാൽ മോശ നൂൻ്റെ മകനായ ഹോശേയയ്ക്ക് യോശുവ എന്നു പേരിട്ടു. മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതു വിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കിയറിവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്നു പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സീൻ മുതൽ ഹമാത്തിന് പോകുന്ന വഴിയായി രഹോബ് വരെ ദേശത്തെ ശോധന ചെയ്തു. അവർ തെക്കേ ദേശത്തുകൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിൻ്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാരിന് 7 സംവത്സരം മുൻപേ പണിതതായിരുന്നു. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. ഇസ്രയേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്നു പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞു മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോൻ്റെയും ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും എബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രയേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്കു തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു.
പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചന വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.